ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിന്റെ 33-ാം ദിനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഇത്രയും നാൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ആദ്യം തന്നെ സ്തുതി കരയേറ്റാം. അല്പനേരത്തെ വചന ധ്യാനത്തിനായിട്ട് നമുക്കൊരുങ്ങാം. അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 47 മുതൽ 53 വരെ ഉള്ള വാക്യങ്ങൾ. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദർ യേശുവിനെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്നതാണ്. യേശു അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്യുന്നത് കണ്ട് ജനം കൂടുതൽ അവനെ വിശ്വസിക്കും എന്നറിഞ്ഞിട്ട് പേടിച്ചിട്ട് യഹൂദർ എല്ലാം കൂടി കൂട്ടം കൂടി അവനെ കൊല്ലുവാനായിട്ട്, പുരോഹിതന്മാരും എല്ലാവരും ചേർന്ന് അവനെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ നമുക്ക് 3 പേരുകൾ കാണുവാനായിട്ട് സാധിക്കും. മാർത്ത, മറിയ, പിന്നെ അവരുടെ സഹോദരനായ ലാസർ. ലാസർ ദീനം ബാധിച്ച് കിടക്കുന്നത് യേശുവിനെ അറിയിക്കുന്നത് തൊട്ടാണ് 11-ാം അധ്യായം തുടങ്ങുന്നത്. യേശു ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും. എന്നിരുന്നാൽ തന്നെ യേശു ആ സംഭവം അറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് താൻ പാർത്തിരുന്നിടത്തുനിന്ന് അങ്ങ് ശിഷ്യന്മാരോട് ലാസറിന്റെ മരണവിവരം അറിയിക്കുകയും അവരുമൊത്ത് ബെഥാനിയയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ബെഥാനിയ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസർ മരിച്ച 4-ാം നാളാണ് യേശു അവിടെ എത്തിച്ചേരുന്നത്. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കുവാനായിട്ട് ചെല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ മാർത്ത ഇപ്രകാരം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാർത്ത പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിലൂടെ മാർത്ത എന്ന സ്ത്രീയുടെ വിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞ ശേഷം, ഈ ഒരു വാചകം പറഞ്ഞതിന് ശേഷം മാർത്ത ഓടിച്ചെന്ന് മറിയയോട് ഗുരു വന്ന വിവരം അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതേ മറിയ തന്നെയാണ് പരിമള തൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. ഇതിലൂടെ തന്നെ മറിയ എന്ന സ്ത്രീയുടെയും മഹത്വം നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ലാസറിന്റെ കല്ലറയുടെ അടുത്തേക്ക് യേശു പോവുകയും അവനെ ഉയർപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. അവരെല്ലാം ഇത് കണ്ടിട്ട് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചു. എന്നിട്ട് ബാക്കിയുള്ളവരോട് ഈ വിവരം അറിയിച്ചു. ഇത് അറിയിച്ചപ്പോൾ ഉടനെ മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഇവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നുവല്ലോ. ഇങ്ങനെ ഇവനെ വിട്ടുകഴിഞ്ഞാൽ ഇവൻ ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ജനങ്ങളെ അവരുടെ അടുത്തുനിന്ന് മാറ്റുകയും ചെയ്യും എന്ന് ഭയം കൊണ്ട് പേടിച്ച് യേശുവിനെ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വേദഭാഗം നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും, ഏത് വിഷമകരമായ ഒരു ഘട്ടം വന്നാലും ദൈവം നമ്മോട് കൂടെ ഇരിക്കുമെന്നും അവൻ ഒരിക്കലും കൈവിടുകയില്ല എന്നും മാർത്തയെയും മറിയയെയും പോലെ നമ്മൾ ഉറച്ച വിശ്വാസമുള്ളവരായി തീരുവാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്രകാരം നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.